ഏറ്റവും ഇഷ്ടപ്പെട്ട സൂഫി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും. കാര്യം ഓരോന്നിനും ഓരോ രീതിയിലുള്ള എന്താണ് ലിറിക്സിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ പാടുന്നത്. എന്നാലും സാസോക്കി മാല എന്ന് പറയുന്ന മീരാ ഭജനുണ്ട്. മീരാഭായിയുടെ ഒരു കൃഷ്ണനെക്കുറിച്ചുള്ള പ്രണയത്തിനെക്കുറിച്ചൊക്കെ പറയുന്ന അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും എപ്പോഴും പാടുന്ന പല രീതിയിൽ പാടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വെസ്റ്റേണൊക്കെ ആക്കിയിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ ലിറിക്സ് വരുന്നത് ഇങ്ങനെ: സാസോക്കി മാല, അതായത് നമ്മുടെ ശ്വാസം, ഓരോ ശ്വാസം ഓരോ ഒരു മാലയുടെ മുത്തായിട്ട് കോർത്തിട്ട് ആ ശ്വാസത്തിൽ ആ മുത്തിൽ നിൻ്റെ പേരാണ് കൊത്തിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ചില ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിറിക്സാണ്. അത് പാടാം. പ്രേമ കേ രംഗ മേ പ്രേമ കേ രംഗ മേ प्रेम के रंग में सांसों की माला पे, सांसों की माला पे सिमरूं मैं पी का नाम, सांसों की माला पे सिमरूं मैं पी का नाम, अपने मन की मैं जानूं और पी के मन की राम, सांसों की माला पे सिमरूं मैं सिमरूं मैं सिमरूं मैं पी का नाम, सिमरूं मैं सिमरूं मैं सिमरूं मैं ശരിക്കും റിയാസിന് സംഗീതമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ഒരു ബന്ധമില്ല. ആകെയുള്ളത് ഈ ബന്ധമാണ്. സംഗീതം ഞാൻ ഭയങ്കരമായിട്ട് ഇതിനെ അസസ് ചെയ്യും, പക്ഷെ എനിക്ക് പാടാൻ അറിഞ്ഞൂടാ, ഒരു വരി പോലും പാടാൻ അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല കേട്ടോ. അല്ല, സീരിയസ് ആയിട്ട് ഒരു രണ്ട് നോട്ട് ചേർത്ത് പാടാത്ത ഒരാളെ ഞാൻ, 2 നോട്ട് വെച്ച് പാട്ടാവില്ല. എന്നാൽ പോലും നമ്മൾ മൂളില്ലേ, ഒരു വരി പോലും പാടാൻ പറ്റൂല. ആണോ? പക്ഷേ കൃത്യം കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അതുകൊണ്ട് ശബ്ദത്തിനോടുള്ള ഒരു ബഹുമാനം അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിൽ. ശരിക്കും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2005. 20 വർഷത്തോളം ആവുന്നു അല്ലേ? ശരിക്കും റിയാസിന്റെ ആദ്യം തുടക്കത്തിലൊക്കെ നമ്മൾ വിചാരിച്ചത് റിയാസ് സിനിമയിൽ തന്നെ കരിയർ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പം നിങ്ങളെ രണ്ടുപേരും സിനിമയിൽ നിന്ന് വാനിഷ് ആവുന്നത് പോലെ നമുക്ക് തോന്നി. അതങ്ങനെ രണ്ടുപേരും ഒരു PR വർക്കൊന്നും ഇഷ്ടപ്പെടാതെ പേഴ്സണൽ ലൈഫ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അതോ? ഇല്ല, അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സാഹചര്യങ്ങളാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പോവില്ല. എപ്പോഴായാലും ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയാൽ ദിവസം മിനിമം ഒരു 10 പേരെങ്കിലും ഏതാ വർക്ക് എന്താ ചെയ്യുന്നത് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ ഉള്ളിലുണ്ട്, പക്ഷേ നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ മാറി ചിന്തിച്ചു. ഞാൻ ഇപ്പോഴും റിയാസ് വളരെ കുറച്ച് വർക്കാണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ ഇന്നും കാണുന്നവർക്ക് റിയാസിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും, അവർ മനസ്സിലങ്ങനെ ഓർത്തു വയ്ക്കുകയും ചെയ്യുന്ന ഒരാളല്ലേ. അപ്പം അങ്ങനെ ഒരാൾ ഇങ്ങനെ ആർട്ടിൽ നിന്ന് കുറച്ച് കാലത്തേക്കെങ്കിലും മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് അതെന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? റീസൺ അത് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പം ആദ്യം എനിക്കൊരു വളരെ സ്ട്രെയിറ്റ് എൻട്രി ആയിരുന്നു ഇപ്പം ആകാശഗംഗയിലൊക്കെ വന്നത്. അപ്പം കുറച്ച് നാൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലങ്ങ് പോയി. അപ്പം ഒരു ആർട്ടിസ്റ്റ് സെൽഫ് മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയില്ല. കാര്യം അന്നത്തെ ഒരു സാഹചര്യം അതായിരുന്നു. കാര്യം ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. പക്ഷെ ഇന്നിപ്പം ഒരാൾക്ക് പെട്ടെന്ന് സ്റ്റാർ ആവാൻ പറ്റും, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതേപോലെ മറന്നു പോകാനും എളുപ്പമാണ്. പക്ഷെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അന്ന് ഒരുപക്ഷെ ഈ ഫിലിം മാഗസിനിലൂടെയൊക്കെയാണ് നമ്മൾ അറിഞ്ഞ് ആ സിനിമ അല്ല തിയേറ്ററിൽ പോയി കണ്ട്. അതുകൊണ്ട് ഇപ്പോഴും എന്നെ ആൾക്ക് അറിയാം. അതൊരു ഭയങ്കര ഭാഗ്യമാണ്.